ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം നോക്കാം. തക്ഷകസ്യ വിഷം ദന്തേ മക്ഷികായാ വിഷം ശിരഃ വൃശ്ചികസ്യ വിഷം പുച്ഛം സർവാംഗേ ദുർജനോ വിഷം. അപ്പോൾ ഇവിടെ വിഷം എന്നുള്ളൊരു വാക്കാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഒരു വിഷം എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അന്വയം പറഞ്ഞു നോക്കാം. അധികം അന്വയം ഇല്ലാതായത് തക്ഷകസ്യ വിഷം ദന്തേ മക്ഷികായാഹ വിഷം ശിരഃ വൃശ്ചികസ്യ വിഷം പുച്ഛം ദുർജനോ സർവാംഗേ വിഷം. ഇങ്ങനെയാണ് അന്വയം. അപ്പോൾ ആദ്യം നോക്കാം. തക്ഷകൻ ആരാണ്? ഒരു പാമ്പാണെന്നറിയാൽ, വലിയൊരു പാമ്പാണെന്നറിയാം. തക്ഷകൻ്റെ എല്ലാ കാര്യം അറിയാവുന്നതാണ്. തക്ഷകസ്യ അത് ഷഷ്ടി വിഭക്തിയാണ്. സംസ്കൃതത്തിൽ വിഭക്തി പറയും. ഷഷ്ടി വിഭക്തിയുടെ അർത്ഥം തന്നെ ഇൻ്റെ, തക്ഷകൻ്റെ അല്ലെങ്കിൽ ഉടേ, ക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തക്ഷകൻ്റെ വിഷം ദന്തേ, ദന്തത്തിൽ. ദന്തം എന്താ? പല്ല്. പാമ്പിൻ്റെ വിഷം എവിടെയാണ്? പല്ലിലാണുള്ളത് അല്ലേ? അപ്പോൾ പല്ലിൽ. മക്ഷികായ വിഷം ശിരഃ. മക്ഷികായ സ്ത്രീലിംഗമാണ്. മക്ഷികായ, മക്ഷികം എന്ന് പറഞ്ഞാൽ തേനീച്ച. മക്ഷികായ മക്ഷികത്തിൻ്റെ, അതിൻ്റെ വിഷം. അതും അതുപോലെ ഷഷ്ടി വിഭക്തി ഇവിടെയും വന്നു. വിഷം ശിരഃ, അതിൻ്റെ വിഷം എവിടെയാണ്? തലയിലാണ്. പിന്നെ വൃശ്ചികസ്യ വിഷം പുച്ഛം. വൃശ്ചിക എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? തേളെന്ന് കേട്ടില്ലേ? സ്കോർപ്പിയോൺ, തേൾ. വൃശ്ചികസ്യ അവിടെയും ഷഷ്ടി വിഭക്തി വന്നു. വൃശ്ചികത്തിൻ്റെ വിഷം പുച്ഛം വാല്. അപ്പോൾ ഈ മൂന്നിൻ്റെയും വിഷം എവിടെയാണെന്ന് മനസ്സിലായി. ദന്തം, ശിരഃ, പുച്ഛം. ഇനി ദുർജനോ സർവാംഗേ വിഷം. ദുർജനത്തിനാണെങ്കിലോ സർവാംഗേ, അവയവ ശരീരം മുഴുവനും, സർവാംഗേ ശരീരം മുഴുവനും എന്താണ്? വിഷമാണ്. ഇതാണ് നേരിട്ടുള്ള അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു പാമ്പാണെന്ത്? തക്ഷകൻ എന്നെല്ലാവർക്കും അറിയാം. അതൊരു വിശ്വാസമാണല്ലേ. അപ്പോൾ അതിൻ്റെ പല്ലിലാണ് വിഷം. അത് ചുമ്മാ കടിക്കുകയൊന്നുമില്ല, ആരെങ്കിലും ഉപദ്രവിച്ചാൽ മാത്രമേ കടിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ പല്ലുകളിൽ വിഷമുണ്ട്. അതുപോലെ തന്നെ തേനീച്ച, ഇവിടെ പറഞ്ഞു മക്ഷിക. തേനീച്ചയുടെ പിന്നെ വിഷം എന്ന് പറയുന്നത് അതിൻ്റെ തലയിലാണ്. തലയിൽ നിന്നൊരു മുള്ള് വരും, അങ്ങനെയാണ് അത് വിഷം തരുന്നത്. അതുപോലെ മറ്റേ തേള്, മൂന്നാമത്തത് വൃശ്ചികസ്യ. തേളിൻ്റെ വിഷം ഏതാണ്? അതിൻ്റെ വാലിലാണ്. അപ്പോൾ ഈ മൂന്ന് ജീവികളും ഒരു സ്ഥലത്ത് മാത്രമേ വിഷമുള്ളൂ. ഈ മൂന്ന് ജീവികൾക്കും ഒരു സ്ഥലത്ത്, ഒന്ന് പല്ലിൽ, ഒന്ന് തലയിൽ, ഒന്ന് വാലിൽ അല്ലേ. പക്ഷേ ദുർജനത്തിനാണെങ്കിലോ സർവാംഗം വിഷമാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ശരീരം മുഴുവൻ വിഷമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അപ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്ക് വിഷം കാണില്ല, പക്ഷേ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വിഷം നിറച്ച കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. വിഷം നിറച്ച കാര്യങ്ങൾ, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ കുഴിയിൽ ചാടിക്കാം, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നൊക്കെ പറഞ്ഞു. അതാണ് സർവാംഗം വിഷം എന്ന് പറയുന്നത്. ഇപ്പോൾ വാക്കുകൊണ്ട് മറ്റുള്ളവരെ എന്തു ചെയ്യും? വേദനിപ്പിക്കും. ചിലർ പറഞ്ഞ് വേദനിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ശക്തിയില്ലാത്തവനെ ഉപദ്രവിച്ച് കീഴ്പ്പെടുത്തും. പിന്നെ അബലകളായ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ ദുർജനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ദുർജനത്തെ ശരീരം മുഴുവനും എന്താണ്? വിഷം എന്ന് പറയുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ജീവികൾ എങ്ങനെയാണ്? അവരുടെ പ്രാണരക്ഷാർത്ഥമാണ്. പ്രാണരക്ഷാർത്ഥം മാത്രമേ ഉപദ്രവിക്കുള്ളൂ. ചുമ്മാ ഇരിക്കുന്നവരെയൊന്നും ഒന്നും ഉപദ്രവിക്കാറില്ല. പക്ഷേ ഒരു ദുഷ്ടനായ ഒരാൾ അന്യനെ ഉപദ്രവിക്കാൻ ഒരു കാര്യവും വേണ്ട, വെറുതെ കാര്യം. നമുക്ക് ഉദാഹരണം കഴിയാം. ട്രെയിനിൽ കൂടെ പോയ ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ, ഒരു കുട്ടിയെ പിടിച്ച് തള്ളിയിട്ടില്ലേ? എന്തുകൊണ്ട്? അപ്പോൾ ഒരു കാരണം വേണമെന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതൊരു വിനോദം പോലെയാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിഷം നിറഞ്ഞ ദുർജനങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരുതിയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെറിയൊരു സുഭാഷിതമാണ്. എന്നാലും അതിനകത്തുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് അല്ലേ. ദുർജനങ്ങളെ സൂക്ഷിക്കുക,
നമ്മളെവിടെ പോയാലും ഇപ്പോൾ എല്ലാവരും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ എല്ലായിടത്തും പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ചുറ്റും ദുർജനം ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കണ്ണും കാതുമൊക്കെ കുറുമിച്ച് നടക്കാൻ. അപ്പോൾ ഇന്നത്തെ സുഭാഷിതം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.